CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി, ഏറ്റവും കരുത്തനായ CPM-ലെ ഒരാൾ. അദ്ദേഹത്തിന് അങ്ങനെ ഒരാളിനെതിരെയാണ് മത്സരിക്കുന്നത്. അതും വളരെ ചെറുപ്പത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി. എങ്ങനെയാണ് ഈ ഇലക്ഷനെ കാണുന്നത്? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ CPIM-ന്റെ കരുത്തനായ നേതാവാണ്. അദ്ദേഹത്തോട് മത്സരിക്കുമ്പോൾ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, ചെറുപ്പക്കാരനാണല്ലോ, എന്താണ് താങ്കളുടെ അനുഭവം? ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കരുത്തനായ നേതാവ് കോടികൾ കൊണ്ടുള്ള കരുത്താണ്. ആ കോടികൾ കൊണ്ടുള്ള കരുത്തുള്ള നേതാവിനെ സാധാരണക്കാരനായ പാവപ്പെട്ടവനായി എനിക്ക് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭയവുമില്ല. തീർച്ചയായും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ എന്നെ അനുകൂലിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭയവും എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് അദ്ദേഹത്തോട് മത്സരിക്കുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ തവണ വളരെ വാശിയേറിയ ഒരു മത്സരം ഇവിടെ കാഴ്ചവെച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ. അത് കോൺഗ്രസിനൊരു വലിയ ഉണർവുണ്ടാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു പടി കൂടെ ഈ ഇലക്ഷനിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ താങ്കളുടെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം സാധിക്കും? തീർച്ചയായും ഈ നിയോജക മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം UDF പ്രതീക്ഷിക്കുന്നു. ഇവിടെ അസംതൃപ്തരായ ഒരുപാട് ജനവിഭാഗമുണ്ട്. 20 വർഷം മുമ്പ് MLA ആയ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം 20 വർഷത്തിൽ ആകെ മാറിയിരിക്കുന്നു. അദ്ദേഹം എല്ലാ തരത്തിലും മാറിയിരിക്കുന്നത് മാത്രമല്ല, തലശ്ശേരി ആ 20 വർഷത്തെ പോലെ തന്നെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം വികസനവും കോടികളുടെ മണിമാളികകളും കോടാനുകോടി സ്വത്തിൻ്റെ ആസ്തിയുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരായി ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട AKGയും കൃഷ്ണപ്പള്ളിയുമെല്ലാം നയിച്ച് ത്യാഗോജ്വലമായ പോരാട്ടം നടത്തിയ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസികളായ ചെങ്കൊടിയേന്തുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ തെരഞ്ഞെടുപ്പിനകത്ത് തീർച്ചയായും സാധാരണക്കാരനായ എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാറൽ മാർക്സ് പറഞ്ഞതുപോലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ പോരാടുമ്പോൾ ഇല്ലാത്തവനായ കമ്മ്യൂണിസ്റ്റുകാരനായി എനിക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനകത്ത് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു സൈലൻ്റായ ഒരു വിജയം ഇതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിനകത്ത് പരാജയപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യം. ഒരു ചോദ്യം കൂടി. രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം യുവാക്കളെ വളരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന എല്ലായിടത്തും, കേരളം ഉൾപ്പെടെ എല്ലായിടത്തും, താങ്കളും ആ ഒരു സ്ട്രീമിൽ പെട്ടിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്? തീർച്ചയായും ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആ രാഹുൽ ഗാന്ധിയുടെ പ്രോസസ്സിലൂടെയാണ് ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായി കടന്നു വന്നത്. അതിനുശേഷം എനിക്ക് ഇത്തരം ഒരു അവസരം CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ മെമ്പറായ ആഭ്യന്തരമന്ത്രിയെ നേരിടാൻ ശ്രീ രാഹുൽ ഗാന്ധി നിർദ്ദേശ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എന്നെ ഈ തലശ്ശേരി സ്ഥാനാർത്ഥിയാക്കിയത്. തീർച്ചയായും അദ്ദേഹമൊക്കെ കാണുന്ന അദ്ദേഹത്തെ യുവാക്കൾ കടന്നു വരാനും അതുപോലെ തന്നെ പഴകിയ മുഖങ്ങൾ മാറണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് എനിക്ക് ഈ അവസരം കിട്ടിയത്. ആ അവസരം തന്ന ഈ തലശ്ശേരി ജനത എന്നെ ഏറ്റെടുത്ത കാഴ്ചയാണ് ഞാൻ കാണുന്നത്. രാഹുൽ ഗാന്ധിയോട് എനിക്കുള്ള അതീവമായ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്.